മഴതൊരു മുംബൈയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ് കേട്ടോ. അലീനയും മനുവും തമ്മിലുള്ള സംഭാഷണങ്ങളാണ് തുടങ്ങുന്നത്. അലീന ചോദിക്കുകയാണ്, മനുവേട്ടനിപ്പോൾ എന്നോട് സ്നേഹം കുറഞ്ഞതുപോലെ തോന്നുന്നുണ്ട്. ഇപ്പോൾ സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ. പിന്നെ നീ നിന്റെ പപ്പയുടെ അടുത്ത് സുരക്ഷിതയാണെന്നുള്ള സന്തോഷവുമുണ്ട്. എനിക്ക് അച്ഛൻ്റെ അടുത്തുണ്ടായിരുന്നതിൻ്റെ അത്ര സുരക്ഷിതത്വം ഇവിടെ തോന്നുന്നില്ല. സ്റ്റാൻലി അലീനയുടെ റൂമിലേക്ക് വരുന്നു. നീ ഉറങ്ങുകയായിരുന്നോ? ഇല്ല, ഞാൻ ഉറങ്ങിയില്ല. നീ എന്താ ഇത്രയും നേരത്തെ കിടന്നത്? ഇവിടെ ഫുഡ് കഴിക്കാൻ സമയമാകുന്നതല്ലേ ഉള്ളൂ. എന്നൊരു ക്ഷീണം. നേരത്തെ കിടന്ന് ഉറങ്ങിയേക്കാമെന്ന് വിചാരിച്ചു. നിനക്കെന്താ ക്ഷീണമെന്ന് അറിയാമോ? അറിയാം, ഉപവാസം എടുത്തത് കൊണ്ട്. അപ്പോൾ എല്ലാം അറിയാമല്ലേ? ഇപ്പൊ നീ തോൽക്കണമെങ്കിൽ എൻ്റെ കൂടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കണം. ശരി, ഇപ്പൊ ഞാൻ വരാം. പക്ഷേ എപ്പോഴും തോൽക്കാൻ പറയില്ലേ പപ്പ. ഒരുപാട് തോറ്റിട്ട് വന്നതില്ലേ ഞാൻ. നീ വാ, ബാക്കി പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞ് സ്റ്റാൻലി അലീനയുടെ കൈ പിടിച്ച് ഡൈനിങ് റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. ഏതായാലും നീ പോകണ്ട എന്ന് പറഞ്ഞ് വല്യപ്പച്ചനെ വിളിക്കാൻ ആൻ്റപ്പനെ പറഞ്ഞയക്കുന്നു. അതിനുശേഷം പൗലോസിനോട് പറയുന്നു, പൗലോസേ, ഇത് എൻ്റെ മകളാണെന്ന് നിനക്കറിയാമല്ലോ. ഇനി മുതൽ ഇവൾ പറയുന്നത് പോലെ നീ ചെയ്യണം. ഇവൾ പറയുന്ന ആഹാരങ്ങൾ ഉണ്ടാക്കണം. ഇവൾ ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞാൽ അന്ന് ഉണ്ടാക്കരുത്. ഇവൾ സദ്യ വേണമെന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കണം. ഇനി അലീനയെക്കുറിച്ചുള്ള പരാതികൾ പറഞ്ഞുകൊണ്ട് നീ എൻ്റെ മുന്നിലേക്ക് വരരുത്. നിനക്ക് രണ്ട് വഴികളേ ഇനിയുള്ളൂ. ഒന്നുകിൽ അലീന പറയുന്നതനുസരിച്ച് ഇവിടെ കഴിയാം, അല്ലെങ്കിൽ നീ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകാം. എനിക്ക് ആലോചിക്കാൻ സമയം വേണമെന്ന് പൗലോസ് പറയുമ്പോൾ സ്റ്റാൻലി അത് അനുവദിക്കുന്നു. എന്നിട്ട് അലീനയോട് പറയുകയാണ്, നിനക്കിതല്ലേ വേണ്ടിയിരുന്നത്? നിന്റെ സമരം കഴിഞ്ഞില്ലേ? ഇത് കുടിച്ച് ഉപവാസം ബ്രേക്ക് ചെയ്യൂ എന്ന് പറഞ്ഞ് നാരങ്ങ വെള്ളം എടുത്ത് കുടിക്കുന്നു. പപ്പയുടെ കൈകൊണ്ട് എന്തെങ്കിലും തന്ന് ഉപവാസം അവസാനിപ്പിക്കാൻ അലീന പറയുമ്പോൾ അങ്ങനെയൊക്കെയുണ്ടോ എന്ന് പറഞ്ഞ് ഒരു സ്പൂണിൽ ഭക്ഷണം കൊടുക്കുന്നു. അപ്പോൾ അവൾ പറയുന്നു, ഇത് ഇരുമ്പല്ലേ? ഒരു മകൾക്ക് പപ്പ ആദ്യമായിട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ സ്റ്റാൻലി അവളുടെ വായിൽ ഫുഡ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അവൾക്കപ്പോൾ ഭയങ്കര സന്തോഷമാകുകയാണ്. സ്റ്റാൻലിക്കും അതിൽ സന്തോഷമുണ്ട്. അലീന തിരിച്ചും പപ്പയുടെ വായിൽ ഭക്ഷണം കൊടുക്കുന്നു. ഇതൊക്കെ ഒരു ചീപ്പ് സെന്റിമെന്റ്സ് അല്ലേ? വേണോ എന്ന് ചോദിക്കുമ്പോൾ അത് പപ്പയ്ക്ക്, എനിക്ക് അങ്ങനെയല്ല. ഒരു മകൾ ആദ്യമായിട്ട് തരുന്നതല്ലേ, വാ തുറക്കൂ എന്ന് പറയുമ്പോൾ സ്റ്റാൻലി അത് വാങ്ങി കഴിക്കുന്നു. വല്യപ്പച്ചനെ വിളിച്ചു കൊണ്ടുവരാൻ അലീന അനുവാദം ചോദിക്കുന്നു. സ്റ്റാൻലി അതിന് സമ്മതം കൊടുക്കുന്നു. വല്യപ്പച്ച വാ, നമുക്ക് ഫുഡ് കഴിക്കാം. നമ്മൾ സമരത്തിലല്ലേ, അത് സാരമില്ല, വാ. എന്നെ ലാലിച്ചം വന്ന് വിളിച്ചതാണ്, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. ഇനി എങ്ങനെയാ നാണം കെട്ട് വരുന്നത്? സമരം തീർന്നു, അത് കോംപ്രമൈസായി. അതെങ്ങനെ? സമരം വിജയിച്ചു വല്യപ്പച്ച. പപ്പ എന്നെ വിളിച്ച് ഡൈനിങ് റൂമിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് പൗലോസിനോട് പറഞ്ഞു, അലീന ഇനി എന്ത് പറഞ്ഞാലും അതനുസരിക്കണമെന്ന്. അതെയോ? ആ, അങ്ങനെ പറഞ്ഞു. സത്യം പറഞ്ഞ മോളെ, ഞാൻ ഇന്ന് രാത്രി ആരും കാണാതെ ഭക്ഷണം എടുത്ത് കഴിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അത്രയ്ക്ക് വിശന്നാണ് ഇരിക്കുന്നത്. ലാലിച്ചനും കുറിച്ചായിരുന്നു നടക്കാൻ ഇറങ്ങുന്നു. നീ ഇതൊക്കെ പണ്ട് ചെയ്തിരുന്നല്ലേ ലാലിച്ച? ആ, 4-5 വർഷം മുമ്പ് ഞാനിതൊക്കെ ചെയ്തിരുന്നാണ് അപ്പച്ച. ജീവിതത്തിൽ ബോറടി വന്നു തുടങ്ങിയാൽ പിന്നെ ഒന്നും ചെയ്യാൻ തോന്നില്ല. ഇപ്പൊ നിന്റെ ബോറടിയൊക്കെ മാറിയോ? രാവിലെ നടത്താൻ ഇറങ്ങിയെന്നത് കൊണ്ട് ചോദിച്ചതാണ്. ഇപ്പൊ എന്റെ തലയ്ക്ക് മുകളിൽ ഒരു ലേഡി കമാൻഡർ വന്ന് നിൽക്കുകയല്ലേ? ബോറടിച്ചിരിക്കാൻ പോലും സമ്മതിക്കുന്നില്ല നീ. ഇടമോനെ, അവൾ വിചാരിച്ച കാര്യം സാധിപ്പിക്കുക തന്നെ ചെയ്യും. നിന്റെ കൂടെയുള്ളവർ നിന്നെ ചതിക്കുകയും കുഴിയിൽ വീഴ്ത്തുകയും ചെയ്യും. നീ പറഞ്ഞ ലേഡി കമാൻഡർ നിന്നെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുകയും നിന്നെ യുദ്ധത്തിൽ ജയിപ്പിക്കുകയും ചെയ്യും. ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ അവസാനിക്കുകയാണ്.
ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണേ.